Dearest sisters, brothers, respected Shri I.C. Balakrishna ji, Shri T. Siddiqui ji, Srimati Mini Prakash ji, Shri Prabhakaran ji, Srimati Usha Tambi ji, Srimati Girija Krishna ji, Srimati Rukmani Subramanyam, Srimati Raji Varghese, Srimati Jyoti and Srimati Lishma. I welcome all of you here and I congratulate all of you for all the good work that you have been doing. ഈ വേദിയിലുള്ള അധ്യക്ഷൻ IC ബാലകൃഷ്ണൻ MLA അടക്കം ശ്രീ ടി സിദ്ദീഖ് MLA അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരും ഇന്ന് ഈ യോഗത്തിന് എത്തിയിരിക്കുന്ന പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലൂടെ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന വിവിധങ്ങളായ ജനോപകാരമായ പദ്ധതികളുടെ പേരിലും ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. I am very, very happy to be here today to inaugurate these 3 projects, the new lift irrigation project, the check dam and canal project, and especially happy about the children-friendly Anganwadi that I am about to inaugurate. ഞാൻ ഇന്ന് ഈ 3 പദ്ധതികൾ, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും അതുപോലെ തന്നെ കനാൽ പദ്ധതിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അംഗൻവാടിയുടെ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുന്നതിന് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. I know that you have been facing many problems over here in paddy cultivation. There's been a decline in the area that is being cultivated, and I know that there are several reasons for this, like lack of irrigation facilities, erratic rainfall, and also you have the man-animal conflict, you have attacks from wild animals on your crops, and all these things make it more and more difficult for you as you go along. ഞാൻ നിങ്ങൾ ഇവിടെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് എന്ന് എനിക്കറിയാം. ഇവിടെ നെൽകൃഷിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഇന്ന് അത് കൃഷി ചെയ്യുന്ന പ്രദേശം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മഴ പലപ്പോഴായിട്ട് ലഭിക്കാത്ത സാഹചര്യവും അനവസരത്തിലുണ്ടാവുന്ന മഴ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ജലസേചന പദ്ധതികളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ വന്യമൃഗ സംരക്ഷണം പ്രശ്നം, അത് നിങ്ങൾ സംഘർഷം നിങ്ങളുടെ കൃഷിയെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. As times are changing and due to the climate change that has been taking place in the world over the last few years, we will see more and more erratic weather. We saw last year what happened in Churalmala and Mundakai, heavy rainfall, and due to that landslides and a huge disaster took place. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മളുടെ കാലം തെറ്റിയുള്ള മഴ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ മുണ്ടകൈ ചൂരമല പ്രദേശത്ത് കഴിഞ്ഞ വർഷം വലിയ തോതിൽ മഴയുണ്ടാവുകയും ആ മഴ പിന്നീട് ഉരുൾപൊട്ടലിന് കാര്യമായി മാറിയതെല്ലാം നമുക്കറിയാവുന്നു. The weather is also getting warmer and warmer. നമ്മുടെ കാലാവസ്ഥ കൂടുതൽ കൂടുതൽ ചൂടുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Rainfall is erratic. Sometimes there's a lot of rainfall for a long time, other times there's less rainfall. കാലം തെറ്റിയുള്ള മഴയാണ്. ചില സമയത്ത് വളരെ വലിയ മഴയുണ്ടാവുന്നു, ചില സമയത്ത് മഴയില്ലാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. So under these circumstances, it becomes very, very important to have good irrigation facilities in the area. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഈ പ്രദേശത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജലസേചന പദ്ധതി നമുക്ക് ഏറ്റവും ആവശ്യമാണ്. The lift irrigation project I am about to inaugurate will serve 65 acres of paddy land in Kenichira. ഞാനിപ്പോ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അത് ഏകദേശം 65 ഏക്കറോളം നെൽകൃഷി പ്രദേശത്ത് ഗുണകരമായി മാറും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. And the check dam and canal will help increase irrigation to paddy farms by a lot. അതുപോലെ തന്നെ നമ്മുടെ കനാലുകളും ചെക്ക് ഡാമുകളും നമ്മുടെ ഈ കൃഷി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ സഹായകരമാകും. The Angadisari Anganwadi is built under the BALA model, building as a learning aid. This is a central government project, but it's very important because it helps in growth, it helps in learning. നമ്മുടെ അങ്ങനശ്ശേരി അംഗനവാടി ഉണ്ടാക്കുന്നത് BALA പ്രകാരമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ആ പ്രകാരം നമുക്ക് നിർമ്മിക്കുന്നത് ഇത് വലിയ രീതിയിൽ കുട്ടികൾക്ക് ഗുണകരമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. What makes me very happy
is that these projects have been funded through the award money for aspirational districts program. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് ഈ പണമെല്ലാം ഈ പദ്ധതികളെല്ലാം ഫണ്ട് ചെയ്യുന്നതിന്റെ പണം തരുന്നത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. And your district, Wayanad district, has received 19 crores as awards under this. നമുക്ക് ഈ വയനാട് ജില്ലയിൽ 19 കോടിയോളം രൂപ ഈ പദ്ധതിയുടെ കീഴിൽ അവാർഡായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. This is recognition of your hard work, of the hard work of our local bodies, our panchayats, our public officials, and the people of Wayanad. നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെ പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെ എല്ലാം കഠിന പ്രയത്നത്തിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ഈ അവാർഡ് തുക നമുക്ക് ലഭിച്ചിട്ടുള്ളത്. It's a symbol of your hard work, your foresight, that the government is recognizing you, sending more funds to you so that you can build stronger futures. ഇത് നിങ്ങളുടെ ദീർഘവീക്ഷണത്തിന്റെയും നിങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെയും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു അംഗീകാരമായിട്ട് പ്രതീകമായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ പണം നമ്മുടെ പ്രദേശത്തിന് നൽകുന്നത്. When Mahatma Gandhi ji talked about freedom, he talked about freedom of each and every individual, each and every citizen of India. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്. And when he talked about democracy, he talked about democracy going to every single village, every single home. അതുപോലെ തന്നെ അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചത് എല്ലാ ഗ്രാമങ്ങളും ഈ രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും ആ ജനാധിപത്യം എത്തിപ്പെടുന്നതിനെ സംബന്ധിച്ചാണ്. It was in fulfillment of this dream of Mahatma Gandhi ji's that the Panchayati Raj Act was brought in by Rajiv Gandhi ji in the 80s. 1980-കളിൽ രാജീവ് ഗാന്ധി ഈ പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവന്നത് ഗാന്ധിജിയുടെ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിട്ടാണ്. And it gives me great pride to see the way that panchayats function in Kerala. അത് എനിക്ക് വലിയ അഭിമാനം നൽകുകയാണ്. ഈ കേരളത്തിൽ പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്ന രീതി കാണുമ്പോൾ വലിയ രീതിയിലുള്ള അഭിമാനം എനിക്ക് തോന്നുകയാണ്. My first experience of this was when I came here during the terrible disaster that the landslide caused. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ എന്റെ അനുഭവം ഉണ്ടായത് ഈ മുണ്ടകൈ ചൂരുമലയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ സംബന്ധിച്ച എന്റെ ദുരന്തത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി ഇവിടെ എത്തിയപ്പോഴാണ്. On one side I saw devastation, great pain, great suffering, people losing everything they had, their families, their livelihoods, their homes, their businesses, schools being washed away. ഞാൻ ഒരു ഭാഗത്ത് കണ്ടത് സ്കൂളുകൾ അതുപോലെ തന്നെ കുടുംബങ്ങൾ ഇല്ലാതെയാകുന്ന ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർ, കടകൾ നഷ്ടപ്പെട്ടവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ വലിയ തരത്തിലുള്ള ദുരന്തവും വേദനയുമാണ് ഒരു ഭാഗത്ത് ഞാൻ കണ്ടത്. And in the middle of all that, even in the middle of that disaster that was taking place, where people were homeless, camps were being set up, I could not help but notice the efficiency and the dedication and commitment with which the panchayat members were working. അതിന്റെ ആ ദുരന്തത്തിന്റെ എല്ലാം നശിച്ച ആ ദുരന്തത്തിന്റെ നടുവിൽ നമ്മുടെ ദുരന്ത ക്യാമ്പുകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സമയത്തെല്ലാം ആ വേദനയുടെ എല്ലാം നടുവിൽ ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടത്. In that moment of difficult suffering, it did not matter which party they belonged to. It did not matter whether they were men or women. It did not matter what their profession was. Every single person was focused only on helping those who had suffered, those who were the victims of the disaster. ആ ദുരന്തത്തിന്റെ എല്ലാം നടുവിൽ വീടുകൾ നഷ്ടപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാ ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഏത് പാർട്ടിയിൽ പ്രവർത്തപ്പെട്ടവർ എന്നുള്ളതില്ല, ഒരു പ്രതിബന്ധവും ഇല്ലാതെ ആ ജനങ്ങളെല്ലാം സഹായിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരെയും ജനങ്ങളെയുമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. And when I attended the panchayat meeting with my brother, I was struck by the amount of information and the efficiency with which each panchayat member had been going about providing relief. ഞാൻ പിന്നീട് ആ യോഗത്തിൽ എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പം സംബന്ധിച്ചപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളുടെ ഏറ്റവും വലിയ കാര്യക്ഷമമുള്ള പ്രവർത്തനമാണ് ഞാൻ കണ്ടത്. അവരുടെ കയ്യിൽ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. എവിടെയാണ് എന്താണ് പ്രശ്നം എന്നതിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് അംഗങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചു. For me it was the first glimpse of the courage, the strength and the resilience of the people of Wayanad.
എന്നെ സംബന്ധിച്ചോളം വയനാടിലെ ജനങ്ങളുടെ പ്രതിരോധത്തിന്റെ ശക്തിയെയും അവരുടെ ധൈര്യത്തെയും അസാമാന്യമായ കരുത്തിനെയും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ദൃശ്യമായിരുന്നു എന്റെ മനസ്സിലേക്ക് എത്തിയത്. The next time I saw the panchayats functioning was during my own election. രണ്ടാമത് ഞാൻ പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്നത് കണ്ടത് എന്റെ തിരഞ്ഞെടുപ്പിനാണ്. Again, every member of every party, whichever candidate he was helping, whichever political party he belonged to, everybody was deeply involved in the democratic process, going house to house, carrying their own messages, organizing meetings during the election, bringing people out to vote. All of this work was done with great dedication. പിന്നെയും ആ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തലത്തിൽ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരേത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നവരാണെങ്കിലും അവർ ഏറ്റവും താഴെത്തട്ടിൽ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഓരോ വീടുകളിലും അവർ ലഘുലേഖമായി എത്തുകയും തെരഞ്ഞെടുപ്പിന്റെ ദിവസം പരമാവധി ജനങ്ങളെ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും എല്ലാം ഞാൻ രണ്ടാമത് ഇവിടെ എന്റെ തെരഞ്ഞെടുപ്പിനെ കാണുകയുണ്ടായി. And so I would like to congratulate each one of you because you symbolize the democracy that India is. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ രാജ്യം പ്രതിനിധീകരിക്കുന്ന ജനാധിപത്യത്തെ നിങ്ങൾ ഏറ്റവും മഹത്തരമായിട്ട് ഏറ്റവും അതിന്റെ പ്രതീകമായിട്ട് നിങ്ങൾ മാറുകയാണ്. When you discharge your duty towards the people of your panchayat, you also discharge your duty towards India, towards our democracy and towards the values that are in our constitution. നിങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സേവനം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ കർമ്മം നിങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ തന്നെ നിർവഹിക്കുന്ന ഒരു കർമ്മമായി അത് മാറുകയാണ്. I would like to congratulate the Panamaram block for being ranked 16th in India in September 2024 under the aspirational block program. ഞാൻ പനമരം ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആസ്പിറേഷണൽ ഇന്ത്യ 2024 പ്രഖ്യാപനത്തിൽ രാജ്യത്ത് 16ാമത്തെ നിലയിലേക്ക് ഈ പനമരം ബ്ലോക്ക് പഞ്ചായത്തിന് എത്താൻ സാധിച്ചു. The award recognizes your performance in key parameters under the ADP, including education, health and sanitation. നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ മാലിന്യ വിമുക്തമാക്കുന്നത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ അവാർഡ് ലഭിക്കുന്നത്. The rank stands testament to the unwavering commitment of our local bodies towards improving the quality of life of our citizens. നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ആ അവാർഡ്. I see so many of my sisters here. ഞാൻ ഇവിടെ എന്റെ ഒട്ടേറെ സഹോദരിമാരെ കാണുന്നുണ്ട്. I am so deeply proud of the work you do. ഞാൻ ഏറ്റവും അധികം വലിയ ആഴത്തിലുള്ള അഭിമാനം എനിക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുണ്ട്. Each one of you must congratulate yourselves. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ അഭിനന്ദിക്കണം. You hold up our society. നിങ്ങളാണ് ഈ സമൂഹത്തെ ഉയർത്തി നിർത്തുന്നത്. And you hold up our democracy. നിങ്ങൾ ഈ ജനാധിപത്യത്തിനെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. You bring up the next generation. നിങ്ങൾ അടുത്ത ഒരു തലമുറയെ നിങ്ങൾ വാർത്തെടുക്കുകയാണ്. It is you who teach them values. നിങ്ങളാണ് അവരെ ഈ മൂല്യങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത്. It is you who teach them the right path. നിങ്ങളാണ് അവരെ ശരിയായ പാത പഠിപ്പിച്ചു കൊടുക്കുന്നത്. I know many of you who are Asha workers and working in Anganwadis are facing great difficulties. എനിക്കറിയാം ഈ നിരവധിയായിട്ടുള്ള ആശാ പ്രവർത്തകരായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ അംഗനവാടി പ്രവർത്തകരും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. You must have been seeing that all of us MPs from Kerala have been taking up your cause in parliament. നിങ്ങൾ കാണുന്നുണ്ടാകും, ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർലമെന്റിൽ പോരാടുന്നുണ്ട്. We all want you to get the wages that you deserve. നിങ്ങൾക്ക് അർഹമായ നിങ്ങളുടെ വേതനം നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. And we hope that all our efforts, our collective efforts, your wages will be increased. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ വേതനം കൂട്ടുന്ന നടപടികൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകും എന്ന്. Many are also facing problems because the Manrega wages have not been released by the central government and have been delayed.
പല ആൾക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേന്ദ്ര സർക്കാർ അത് നൽകാത്തത് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. That has also been raised in Parliament and we are fighting for your cause as well. അതും ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾ ഉയർത്തിപ്പിക്കുകയും ഞങ്ങൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുകയുമാണ്. So with great pride, I congratulate you once again for the projects that are being inaugurated today and for all the hard work that you do towards the community and for how with dedication and commitment you continue to serve your community. അതുകൊണ്ട് ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഞാൻ വലിയ അഭിമാനബോധത്തോടു കൂടി നിങ്ങളോട് അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്. Thank you very much. നന്ദി.